Then fourth question is solve the difference equation an is equal to 2 into an minus 2 given that a1 is equal to root 2 and a2 is equal to 6. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന നേരത്തെയുള്ള പ്രോബ്ലത്തിനേക്കാളും നമുക്ക് രണ്ട് വാല്യൂസ് ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. a1 ഈസ് ഈക്വൽ ടു റൂട്ട് 2 ആൻഡ് a2 ഈസ് ഈക്വൽ ടു 6. ദറ്റ് ഈസ് കോൾഡ് ദി ഇനിഷ്യൽ കണ്ടീഷൻസ്. നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ് ഇനിഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയും. ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് നമുക്ക് തരുന്നത് നമ്മുടെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ്, നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിഷ്യൽ കണ്ടീഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ എൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ എൻ മൈനസ് 2 ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ എൻ, റൈറ്റ് സൈഡിലെ വാല്യൂസ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ എ എൻ മൈനസ് 2 ഇൻറ്റു എ എൻ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഹോമോജീനിയസ് ഇക്വേഷൻ. ദെൻ റൈറ്റിംഗ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എസ് സ്ക്വയർ, ഇവിടെയും ഡിഗ്രി എന്ന് പറയുന്ന 2 ആണ്. സോ എസ് സ്ക്വയർ മൈനസ് 2, ഇവിടെ ഡിഗ്രി 2 ആണ്. സോ എസ് സ്ക്വയർ മൈനസ് എ എൻ മൈനസ് 2ന് വാല്യൂ ഇല്ല, അപ്പോൾ കോൺസ്റ്റൻറ്റ് മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് എസ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. സോ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 റൈറ്റ് സൈഡിൽ പോകുമ്പോഴത്തേക്ക് പ്ലസ് 2 ആവും. ദറ്റ് ഈസ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. സോ എസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. അപ്പോൾ രണ്ട് വാല്യൂസാണ് എസ്സിന് കിട്ടിയത്. ഏതൊക്കെ വാല്യൂസാണ്? പ്ലസ് റൂട്ട് 2 ഉണ്ട്, മൈനസ് റൂട്ട് 2. അപ്പോൾ റിയൽ വാല്യൂസാണ്, റിയൽ നമ്പേഴ്സാണ്, ഡിഫറൻ്റ് ആണ്. സോ ദി ഹോമോജീനിയസ് സൊല്യൂഷൻ ഈസ് എ എൻ എച്ച്, ഇവിടെ എ എൻ ആണ്. സോ എ എൻ എച്ച് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു റൂട്ട് 2 ദി ഹോൾ റൈസ് ടു എൻ പ്ലസ് C2 ഇൻറ്റു മൈനസ് റൂട്ട് 2 ദി ഹോൾ റൈസ് ടു എൻ. ഇപ്പോൾ ഹോമോജീനിയസ് സൊല്യൂഷനാണ് പറയുന്നത്. ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ എൻ എച്ച് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു റൂട്ട് 2 ദി ഹോൾ റൈസ് ടു എൻ പ്ലസ് C2 ഇൻറ്റു മൈനസ് റൂട്ട് 2 ദി ഹോൾ റൈസ് ടു എൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. സോ ഓൾസോ ഗിവൺ ദാറ്റ് a1 ഈസ് ഈക്വൽ ടു റൂട്ട് 2 ആൻഡ് a2 ഈസ് ഈക്വൽ ടു 6. അപ്പം a1 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. a2 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ പുട്ട് n ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ 1-നകത്ത് എന്നിൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കുന്നു. സോ വി ഗെറ്റ് a1 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു റൂട്ട് 2 ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുന്നു. ദറ്റ് ഈസ് 1 പ്ലസ് C2 ഇൻറ്റു മൈനസ് റൂട്ട് 2 ദി ഹോൾ റൈസ് ടു 1. ദറ്റ് ഈസ് a1. a1ൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? a1 ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് റൂട്ട് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 2 C1 മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് വരും, മൈനസ് റൂട്ട് 2 ഇൻറ്റു C2. റൂട്ട് 2 എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്ത് ലെഫ്റ്റ് സൈഡുമായിട്ട് ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് 1 ഈസ് ഈക്വൽ ടു C1 മൈനസ് C2. റൂട്ട് 2 റൈറ്റ് സൈഡിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ റൂട്ട് 2 ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നു. സോ വി ഗെറ്റ് 1 ഈസ് ഈക്വൽ ടു C1 മൈനസ് C2 ഓർ C1 മൈനസ് C2 ഈസ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഓൾസോ ഗിവൺ ദാറ്റ് a2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ a2 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എന്നിന് ഏത് വാല്യൂ കൊടുക്കും? എന്നിന് കൊടുക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ 2 എന്ന് കൊടുക്കുക. പുട്ട് n ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1-ൽ എന്നിൻ്റെ വാല്യൂ 2 എന്ന് കൊടുക്കുന്നു. സോ വി ഗെറ്റ് a2 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു റൂട്ട് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് C2 ഇൻറ്റു മൈനസ് റൂട്ട് 2 ദി ഹോൾ സ്ക്വയർ. എന്നിൻ്റെ വാല്യൂ 2 കൊടുത്തു. ദറ്റ് ഈസ് a2ൻ്റെ വാല്യൂ 6 ആണ്. സോ 6 ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു റൂട്ട് 2 സ്ക്വയർ ഈസ് 2. C1 ഇൻറ്റു 2 പ്ലസ് C2 ഇൻറ്റു മൈനസ് റൂട്ട് 2 ദി ഹോൾ സ്ക്വയർ ഈസ് അഗെയിൻ 2. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുക്കുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു C1 പ്ലസ് C2.
അത് ലെഫ്റ്റ് സൈഡുമായിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6/2 എന്ന് വരും. 6/2 ഈസ് 3. 3 ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് വരും. സോ C1 പ്ലസ് C2 ഈസ് ഈക്വൽ ടു 3. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കൂടെ സോൾവ് ചെയ്യുക. സോൾവിങ് 2 and 3. 2ഉം 3യും കൂടെ സോൾവ് ചെയ്യുന്നു. അപ്പോൾ 2 എന്ന് പറയുന്നത് C1 മൈനസ് C2 ഈസ് ഈക്വൽ ടു 1 ആൻഡ് C1 പ്ലസ് C2 ഈസ് ഈക്വൽ ടു 3. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ C2 ക്യാൻസൽ ചെയ്തങ്ങ് പോവും. ദറ്റ് ഈസ് 2C1 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദെർഫോർ C1 ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. ദെർഫോർ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ C1 മൈനസ് C2 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ C1ൻ്റെ വാല്യൂ 2. 2 മൈനസ് C2 ഈസ് ഈക്വൽ ടു 1. ദെർഫോർ മൈനസ് C2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ഈസ് ഈക്വൽ ടു -1. ദെർഫോർ C2 ഈസ് ഈക്വൽ ടു 1. മൈനസ് ഓഫ് -1. C2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ C1ൻ്റെ വാല്യൂ 2ഉം കിട്ടി, C2ൻ്റെ വാല്യൂ 1ഉം കിട്ടി. ദെർഫോർ ദി സൊല്യൂഷൻ ഈസ് ഇക്വേഷൻ 1-നകത്ത് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ എടുക്കുക. ദറ്റ് ഈസ് ANH ഈസ് ഈക്വൽ ടു C1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 ഇൻറ്റു √2 ദി ഹോൾ റൈസ് ടു n പ്ലസ് C2ൻ്റെ വാല്യൂ 1. ദറ്റ് ഈസ് 1 ഇൻറ്റു മൈനസ് √2. ദറ്റ് ഈസ് മൈനസ് √2 ദി ഹോൾ റൈസ് ടു n. ദിസ് ഈസ് ദി സൊല്യൂഷൻ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ.